പിണറായി വിജയന്റെ ക്യാബിനറ്റിൽ റിയാസിനെ മന്ത്രിയാക്കിയാൽ ആരെങ്കിലും കുറ്റം പറഞ്ഞില്ലല്ലോ. റിയാസിനും ഒരു യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. അമ്മായിയപ്പന്റെ ക്യാബിനറ്റിലെ മരുമാനെ മന്ത്രിയാക്കി ആരും പറഞ്ഞില്ലല്ലോ. അമ്മായിയപ്പന്റെ ക്യാബിനറ്റിൽ മരുമകൻ ഇരുന്നതിനെ ഞങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്തിരുന്നോ? ഇല്ലല്ലോ. മുരളീധരൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞതോടെ കമ്മിക്കൂട്ടങ്ങളുടെ വാ അടഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രണ്ടു മന്ത്രിമാർ കട്ടയ്ക്ക് ചങ്കുറ്റത്തോടെ അതെ അളിയനെ തന്നെയാണ് കസേരയിൽ ഇരുത്തിയത്. അത് സഹോദരി ഭർത്താവായതുകൊണ്ടല്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തകനായും വാർഡ് മെമ്പറായും പഞ്ചായത്ത് പ്രസിഡന്റായും ജില്ലാ സെക്രട്ടറിയുമൊക്കെയായ കോൺഗ്രസിന്റെ അനിവാര്യ നേതാവാണ്. അറിയാനാണ് എന്ന് കരുതി എല്ലാ യോഗ്യതകളുമുള്ളവനെ മാറ്റി നിർത്തേണ്ടതുണ്ടോ? നിയമപരമായി എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇനി ധാർമ്മികമായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സകല ചോദ്യങ്ങളും വീണ വിജയന്റെ മാസപ്പടി കേസിൽ കുഴിയിൽ വീണുകിടക്കുന്ന CPM പാർട്ടിക്ക് കിട്ടിയ കൂട്ടയടിയായിരുന്നു. അവിടെയാണ് കെ മുരളീധരൻ എന്ന ആരോഗ്യമന്ത്രി ചോദിച്ചത്, പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മരുമകൻ റിയാസ് മന്ത്രിയായിരുന്നില്ലേ? അന്നില്ലാത്ത എന്ത് കുഴപ്പമാണ് ഇപ്പോൾ ഉള്ളത്? താനടക്കമുള്ള പലരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടില്ല, അത് പൂർത്തിയാകാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുരളീധരൻ സണ്ണി ജോസഫിനു വേണ്ടി ആഞ്ഞടിച്ചത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിണറായി വിജയന്റെ ക്യാബിനറ്റിൽ റിയാസിനെ മന്ത്രിയാക്കിയാൽ ആരെങ്കിലും കുറ്റം പറഞ്ഞില്ലല്ലോ. റിയാസിനും ഒരു യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. അമ്മായിയപ്പന്റെ ക്യാബിനറ്റിലെ മരുമാനെ മന്ത്രിയാക്കി ആരും പറഞ്ഞില്ലല്ലോ. വിവാദമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും സർക്കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള പൊതുപരിപാടികൾ വരുമ്പോൾ ദേവസ്വം ബോർഡുകളുടെ ഒരു ഏകീകരണത്തോടുകൂടിയിട്ടാണ് ദേവസ്വം വകുപ്പിന്റെ പരിപാടികൾ നടപ്പാക്കുക. വരുമാനമുള്ള ക്ഷേത്രം ഗുരുവായൂരാണ്, പാറമേക്കാവ് പോലുള്ള ക്ഷേത്രം, ഇതൊക്കെ ശരിക്കും മലബാർ ദേവസ്വത്തിൻ്റെയോ അല്ലെങ്കിൽ കൊച്ചി തനിപ്പതി ദേവസ്വങ്ങളായി അല്ല, അത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഇതിൽ ഏത് തൊട്ടാലും വിവാദമാവുന്നുള്ളതുകൊണ്ടാണ് ആ വിവാദത്തിലേക്ക് കടക്കാത്തത്. സത്യം പറഞ്ഞാൽ മലബാർ ദേവസ്വം ബോർഡ് വളരെ അധികം ദാരിദ്ര്യത്തിലാണ്, കൊച്ചി ദേവസ്വം ബോർഡ് വളരെ സ്ഥിതി മോശമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതൊക്കെ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ടും പലതിനും അതിൻ്റേതായിട്ടുള്ള രീതിയുള്ളതുകൊണ്ടും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇതുപോലുള്ള സംസ്ഥാന സർക്കാരിന്റെ പരിപാടികൾ എല്ലാ ദേവസ്വങ്ങളുടെയും കോർഡിനേഷനിലൂടെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ദേവാലയം പരിപാടി തന്നെ ഇത് എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും കമ്മീഷണർമാരെയും ഒക്കെ വിളിച്ചിട്ടാണ് ഇങ്ങനെ പരിപാടി തന്നെ ആസൂത്രണം ചെയ്തത്. അത് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഒരു ഏകീകൃത ദേവസ്വം ബോർഡ് എന്നുള്ള ഡിമാൻഡുകൾ കുറെ കാലമായിട്ടുണ്ടെങ്കിലും ആ കാര്യത്തിൽ കുറെ കൂടെ സർക്കാരിന് ആലോചിക്കേണ്ടതുണ്ട്. മലബാർ ദേവസ്വം ബോർഡ് ഇപ്പോഴും ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ടാണ് പല കാര്യങ്ങളും ഫോളോ ചെയ്യുന്നത്. അതിലൊരു ഏകീകരണം ഇതുവരെ വന്നിട്ട് ഇപ്പോഴും A ക്ലാസ് ക്ഷേത്രം B ക്ലാസ് ക്ഷേത്രം അങ്ങനെയാണ് വരുന്നത്. വരുമാനം അങ്ങനെയാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഏതായാലും ഇത് ഈ ഏകീകൃത ദേവസ്വം ബോർഡിനെ കുറിച്ച് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് വിവിധ സംഘടനകളാണ്. ക്ഷേത്ര സംരക്ഷണ എല്ലാ ക്ഷേത്രങ്ങളും സംരക്ഷണ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ അവരാലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. സർക്കാരിന് ഇതിൽ മുൻകൈ എടുക്കാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ ഈ ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈറ്റുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതിന്റെ വെബ്സൈറ്റുകളൊന്നും കാണാനില്ല. ഏതിന്റെ? ഈ പേഴ്സണൽ സ്റ്റാഫ്മാരുടെ വിവരങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന സൈറ്റുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, പേഴ്സണൽ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഇല്ല, അത് പലയിടത്തും പേഴ്സണൽ സ്റ്റാഫിന്റെ ആയില്ല. ഞാൻ മാത്രമേ ഏതാണ്ട് ഒരു 95% പൂർത്തിയാക്കിയിട്ടുള്ളൂ. ബാക്കി പലരും പേഴ്സണൽ സ്റ്റാഫിന്റെ ഇത് പൂർത്തിയായിട്ടില്ല. ബന്ധുക്കളെ നിയമിക്കേണ്ടത് ശരിയല്ല. മുമ്പ് ഇതുപോലെ ഒരു മന്ത്രി മരുമകളെ കുക്കായിട്ട് വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഏർപ്പാടുണ്ട്. അതൊന്നും ശരിയായിട്ടുള്ള നടപടി അല്ല എന്നുള്ള സ്റ്റാൻഡാണ് എല്ലാ കാലത്തും കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അല്ല, സണ്ണി ജോസഫിന്റെ ബന്ധുവാണെങ്കിൽ പോലും അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. അതിന് ആ നിലയ്ക്കാണ്. ഇപ്പോൾ പിണറായി വിജയന്റെ ക്യാബിനറ്റിൽ റിയാസിനെ മന്ത്രിയാക്കിയാൽ ആരെങ്കിലും കുറ്റം പറഞ്ഞില്ലല്ലോ. റിയാസിനും ഒരു യുവജന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. അമ്മായിയപ്പന്റെ ക്യാബിനറ്റിലെ മരുമാനെ മന്ത്രിയാക്കി ആരും പറഞ്ഞില്ലല്ലോ. പ്രവർത്തന പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെയാണ് സണ്ണി വക്കീലും ചെയ്തിട്ടുള്ളത്. ഈ ധവളപത്രത്തിന് വലിയ രീതിയിൽ ആദ്യമായി ധവളപത്രം ഇറക്കിയതും ഇടത് സർക്കാരിന്റെ
അല്ല, ധവളപത്രം ഇറക്കിയത് ഇവിടുത്തെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ധനസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. പിന്നെ അതിന് നിർദ്ദേശിച്ചിട്ടുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു അനാവശ്യമായ വിവാദം നടക്കുന്നുണ്ട്, പെൻഷൻ പ്രായം കൂട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, അത് നിർദ്ദേശമാണ്. ഏതൊക്കെ നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് കൂട്ടായി തീരുമാനിക്കും. അതെൻ്റെ സഹോദരൻ എന്നത് നിയമപരമായ തടസ്സമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് ഒന്ന് രണ്ട് ആളുകൾ ചോദിച്ചു വേറെ എവിടെയെങ്കിലും നിയമിച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്താൽ പോരായിരുന്നു. അത്തരത്തിലുള്ള കാപട്യത്തിന് ഞാൻ നിന്നിട്ടില്ല. വന്നവരെയൊക്കെ എൻ്റെ സഹോദരി ഭർത്താവാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ നിയമനം നടത്തിയിട്ടുള്ളത്. പരിസ്ഥിതി ദിനത്തിൻ്റെ എല്ലാ ആശംസകളും. ഈ ദിനാചരണം തലസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിവിധ പരിപാടികളിൽ ആരോഗ്യമന്ത്രിയും ഞങ്ങളെല്ലാവരും പങ്കെടുത്തു. രാവിലെ IMAയുടെ നേതൃത്വത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ആരോഗ്യമന്ത്രിയും ഞാനും പങ്കെടുത്തു. പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി പങ്കെടുത്ത പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും പങ്കെടുത്ത വളരെ മനോഹരമായ അർത്ഥവത്തായ പരിസ്ഥിതി ദിനാചരണം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും മലയാളികൾക്ക്, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് ആശംസിക്കാം. അതാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അത് അടുത്ത കൊല്ലം അതേ കുഴിയിൽ തന്നെ നടാൻ ഇടവരുത്. പരിപാലിക്കാനുള്ള പരിപാടി കൂടി വേണം. കോടതി വിധി സ്വാഗതം ചെയ്യുന്നു. ആ, പേഴ്സണൽ സ്റ്റാഫിലെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം ഉണ്ടായി. സ്വന്തം ബ്രദറിനായി നിയമിച്ചു എന്നുള്ളതായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനോട് എല്ലാവർക്കും വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. ബ്രദർലോ എന്നല്ല എൻ്റെ മാനദണ്ഡം. അദ്ദേഹം നല്ലൊരു പൊതുപ്രവർത്തകനാണ്. ഈ ഇലക്ഷനിൽ എൻ്റെ ചീഫ് ഏജൻ്റായിരുന്നു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ട് ശുപാർശ ചെയ്തു. അദ്ദേഹം തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 ടൈം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. കേരളത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച പഞ്ചായത്ത് മെമ്പറാണ്. അവിടുത്തെ എല്ലാ പാർട്ടിക്കാരും ഉൾക്കൊള്ളുന്ന കോളേജ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, പാർട്ടി സെക്രട്ടറിയാണ്. നല്ല സത്യസന്ധനായ മാതൃകാ പൊതുപ്രവർത്തകനാണ്, എല്ലാവർക്കും അറിയാം. അതെൻ്റെ സഹോദരൻ എന്നത് നിയമപരമായ തടസ്സമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് ഒന്ന് രണ്ട് ആളുകൾ ചോദിച്ചു വേറെ എവിടെയെങ്കിലും നിയമിച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്താൽ പോരായിരുന്നു. അത്തരത്തിലുള്ള കാപട്യത്തിന് ഞാൻ നിന്നിട്ടില്ല. വന്നവരെയൊക്കെ എൻ്റെ സഹോദരി ഭർത്താവാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ നിയമനം നടത്തിയിട്ടുള്ളത്. അതാ ചോദിക്കാൻ പറഞ്ഞത്. സാധാരണ ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ മറ്റാരുടെയെങ്കിലും കീഴിൽ നിയമിച്ച് തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അസാധാരണമാണ്.